ഹലോ യൂട്യൂബേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ഇൻസൈലാഡ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ചെറിയ അപ്ഗ്രേഡിൻ്റെ കഥ പറയാനായിട്ടാണ്. അതായത് എൻ്റെ പിറകിലിരിക്കുന്ന ഈ ഒരു പീസ് ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു RTXൻ്റെ 3060 സൊട്ടാക്കാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ M.2 സാംസങ്ങിൻ്റെ ഒരു SSD ഇവിടെ എടുത്തിട്ടുണ്ട്. പ്ലസ് ഞാൻ ചെറിയൊരു അപ്ഗ്രേഡ് കൂടെ വരുത്തിയിട്ടുണ്ട്. AMDയുടെ ഒരു കൂളറും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എൻ്റെ ഒരു സിസ്റ്റത്തിനുണ്ടായ മാറ്റം എന്തെന്നാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് PC ബിൽഡ് എന്ന് പറയുന്നത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ആ ബിൽഡ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ സൈഡിൽ കാർഡായിട്ട് കൊടുത്തിരിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണാം. അപ്പോൾ അന്ന് ഞാൻ ബിൽഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതുവരെ ഒരു രീതിയിലുള്ള അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. കംപ്ലീറ്റ്ലി ഫൈനായിട്ട് തന്നെ എൻ്റെ കമ്പ്യൂട്ടർ ഓടുന്നുണ്ട്, എല്ലാം റൺ ചെയ്യുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്. സോ നിങ്ങളൊരു PC ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രൂഫായിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതൊക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് കാണാം. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 പ്രോഡക്റ്റാണ്. ഒന്ന് AMDയുടെ കൂളർ, പിന്നെ ഒന്ന് 16 GB റാം, പിന്നെ നമ്മൾ സൊട്ടാക്കിൻ്റെ ഒരു ഗ്രാഫിക് കാർഡ്, പിന്നെ ഒരു NVMe സാംസങ്ങിൻ്റെ SSD ആണ് നമ്മൾ ടോട്ടലി ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മുതൽ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കാൻ പോകുന്നത് നമ്മുടെ റാമാണ്. റാം ഞാൻ എടുത്തിരിക്കുന്നത് റിബ്ജോ, ഞാൻ ക്രോസ് ആണ് മുമ്പ് യൂസ് ചെയ്തിരുന്നത്. ക്രോസ് റിബ്ജോയുടെ നല്ല ബ്രാൻഡാണ്. 3200 MHz എങ്കിലും മിനിമം സ്പീഡ് വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതിന് 3200 സ്പീഡ് വരുന്നത്. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു 500 GB വരുന്ന ഒരു SSD ആണ്. 500 GB SSD എങ്കിലും മിനിമം എനിക്ക് വേണം. നിങ്ങളുടെ ആവശ്യാനുസരണം 1 TB 500 നിങ്ങൾക്കും എടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെയൊക്കെ ലിങ്ക് എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാംസങ് എടുക്കാനുള്ള കാരണം സാംസങ്ങിന് നല്ലൊരു റിവ്യൂ ഉണ്ട് എന്ന് കേട്ടിട്ടാണ്. ഇപ്പോൾ സാംസങ് യൂസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ SSDയെ പറ്റിയുള്ള റിവ്യൂ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളിവിടെ SSD 970 EVO എന്ന് പറയുന്ന ഒരു മോഡലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ നേരെ വരുന്ന നമ്മളെ മെയിൻ പാർട്ടായിട്ടുള്ള ഗ്രാഫിക് കാർഡിലേക്കാണ്. അപ്പോൾ 3060 ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു 3050 Ti ഒക്കെ ആയിരുന്നു എൻ്റെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. ബട്ട് ബഡ്ജറ്റിൽ ചെറിയൊരു മാറ്റം വന്നപ്പോൾ ഞാൻ 3060ലേക്ക് പോയതാണ്. അല്ലാതെ 3060 ഭയങ്കര കിടിലമാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് 3060 നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. GTX നിന്ന് വരാൻ നേരത്ത് RTXൻ്റെ ആ ഒരു ബൂസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. സോ 3060 ഒരിക്കലും റെക്കമെൻഡഡ് ഗ്രാഫിക് കാർഡാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു 3060 Ti ഒക്കെ കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാഫിക് കാർഡാണ്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗ്രാഫിക് കാർഡിനെ പറ്റി കിടില ഒരു റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ബഡ്ജറ്റിന് അനുസരിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഇതാണ് ബെസ്റ്റ് എന്ന് വിചാരിക്കരുത്. ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ സൊട്ടാക്കിൻ്റെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ സൊട്ടാക്കിന് ഒരു 5 വർഷത്തെ വാറൻറ്റി വരണുണ്ട്. ഞാൻ അതാണ് സൊട്ടാക്ക് എടുക്കാനായിട്ടുള്ള കാരണം. 3 വർഷം കമ്പനി വാറൻറ്റിയും 2 വർഷം നമുക്ക് സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത എക്സ്റ്റൻഡ് വാറൻറ്റിയും കിട്ടുന്നുണ്ട്. ഫുൾ വാറൻറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 5 വർഷത്തെ വാറൻറ്റി എന്നൊക്കെ പറയുന്നത് വളരെ അത്യാവശ്യമാണ്. മുമ്പുണ്ടായിരുന്ന എൻ്റെ ഗ്രാഫിക് കാർഡാണ് അടിച്ചു പോയത്. എപ്പോൾ അടിച്ചു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രാഫിക് കാർഡിന് 5 വർഷത്തെ വാറൻറ്റി വരുന്നതുകൊണ്ടാണ് ഞാൻ സൊട്ടാക്ക് ഇവിടെ ചൂസ് ചെയ്തത്. ഇനി നമ്മൾ മെയിൻ പാർട്ടായിട്ടുള്ള നമ്മുടെ കൂളർ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. എന്തുകൊണ്ട് ഞാൻ കൂളർ മേടിച്ചെന്ന് ചോദിച്ചാൽ, എൻ്റെ സ്റ്റോക്ക് കൂളറിലുള്ള പെർഫോമൻസ് വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. ടെമ്പറേച്ചറൊക്കെ 94°C വരുന്നുണ്ട് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത്. സോ ഞാൻ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു കൂളർ ചൂസ് ചെയ്തത്. ഈ കൂളർ എടുക്കുന്നവരടുത്ത് ഒരു പ്രത്യേക കാര്യം പറയാം. AMD ആണ് നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രോസസ്സറെങ്കിൽ ഈ കൂളർ എടുക്കാതിരിക്കുക. എനിക്ക് ചെറുതായിട്ട് പണി കിട്ടി. കാരണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നല്ല ടൈറ്റാണ്. ഞാൻ ആമസോണിൽ കയറി നോക്കിയപ്പോൾ ഒരുപാട് പേര് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, AM4ന് പറ്റിയൊരു കൂളർ അല്ല ഇത്. AMD ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ വേറെ കൂളറിലേക്ക് പോവുക. ബട്ട് ഇത്തിരി ടൈറ്റാണ്, ഫിറ്റ് ചെയ്യാനൊക്കെ പാടാണെങ്കിലും ഞാൻ ഒരുവിധം ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് എനിക്കിത് തരുന്നത്. ഏകദേശം ഒരു ഐഡിയൽ കണ്ടീഷനിൽ 50°C ഒക്കെ എനിക്ക് തരുന്നുണ്ട്. 50°ക്ക് താഴെ തരുന്നുള്ള കണ്ടീഷൻസുകളും ഉണ്ട്. നമ്മൾ സ്ട്രെസ് ചെയ്യാൻ നേരത്തെ എനിക്കൊരു 80°C വരെ പോകുന്നുണ്ട്. സംടൈംസ് ആ 80°, സംടൈംസ് എനിക്ക് 75 to 80° അറൗണ്ട് നിൽക്കുന്നുണ്ട്. 75° to 85 അല്ലെങ്കിൽ 80 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ടെമ്പറേച്ചറാണ്. സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ കണ്ടീഷനിൽ 50°ക്കും താഴെയാണ് വരുന്നത്. സോ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പാർട്സ്. നമ്മുടെ മദർ ബോർഡിനനുസരിച്ച് നമ്മളിത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് എന്ന് പറയുന്നത് AM4 സോക്കറ്റാണ് വരുന്നത്. സോ AM4 സോക്കറ്റ് എന്ന് പറയുമ്പോൾ AMD മദർ ബോർഡാണ്. AMD മദർ ബോർഡിൽ 2 സോക്കറ്റ് വരുന്നുണ്ട്. ആ സോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അല്ലാതെ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. സോ ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം. നമ്മുടെ മദർ ബോർഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന 2 സോക്കറ്റാണ് നമ്മളിവിടെ വെക്കേണ്ടത്. അത് ഞാൻ തപ്പിയെടുക്കാൻ പെട്ട പാട് എനിക്ക് തന്നെ അറിയാം. 3 വർഷം മുമ്പ് മേടിച്ച മദർ ബോർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എവിടെയോ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ നമ്മൾ പണിപ്പുരയിൽ കയറിയിട്ടുണ്ട്. ഞാനിതൊന്ന് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് റാമാണ് 16 GB. എൻ്റെ ഇരുന്നത് 8 GB റാം ആയിരുന്നു. ഞാനത് മാറ്റി 16 GB വെക്കാൻ കാരണം നിങ്ങൾക്ക് കണ്ടറിയാം 2 സ്ലോട്ടേ ഉള്ളൂ. ഫ്യൂച്ചറിൽ എനിക്കൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു 16 GB കൂടെ വെച്ചാൽ മതിയാവും. അല്ലാതെ 2 8 GB വെച്ച് കഴിഞ്ഞാൽ സ്ലോട്ട് ഫില്ലായിപ്പോവും. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്മുടെ SSD NVMe വെക്കുന്നു. NVMe വെക്കാനായിട്ടുള്ള കാരണം ഒരു ബൂസ്റ്റ് കിട്ടാനാണ് സ്പീഡിൽ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാധാരണയുള്ള SATA SSD ആണ്, പ്ലസ് നമ്മൾ ഹാർഡ് ഡിസ്ക്കുമാണ് വരുന്നത്. അപ്പോൾ ഞാൻ NVMe ഇവിടെ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് വലിയ മെനക്കേടോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു സ്ലോട്ടിൽ നമ്മൾ കറക്റ്റായി ഇൻസേർട്ട് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. ദെൻ നമ്മൾ ഒരു ചെറിയൊരു പ്രഷർ കൊടുത്ത് അതിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഈസിയാണ് NVMe ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഞാൻ അവിടെ കൂളറാണ് ഫസ്റ്റ് വയ്ക്കാൻ പോകുന്നത്. സോ കൂളർ ഏത് ഓറിയൻറ്റേഷനിലാണ് കൂളർ വെക്കേണ്ടതെന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കണം. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൂളർ മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് കാറ്റലോഗിനകത്ത് കാണാം. അതൊന്ന് ഫുള്ളി കംപ്ലീറ്റ്ലി വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കൂളർ ഇൻസേർട്ട് ചെയ്യാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മദർ ബോർഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന മൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ കൂളറിൻ്റെ അകത്ത് ഇതിൽ വെക്കേണ്ട മൗണ്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിരിക്കുന്നത് ഒരു AM4 സോക്കറ്റാണ്. റൈസൺ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കൂളറിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ സോക്കറ്റ് കയ്യിലില്ലാത്തവർ ഇത് മേടിക്കരുത്. ഇത് നമ്മൾ മദർ ബോർഡ് മേടിക്കുമ്പോഴാണ് ഈ 2 സോക്കറ്റ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല കുറച്ച് ടൈറ്റാണ് ഈ സോക്കറ്റ് വെച്ച് നമ്മളിതിനെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മദർ ബോർഡ് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വായിച്ചു. ഇതെങ്ങനെ വെക്കണമെന്നുള്ളൊരു ചെറിയ ഐഡിയ ഒക്കെ നമുക്ക് കിട്ടി. നമ്മുടെ കൂളറിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു തെർമൽ പേസ്റ്റാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. കൂടിയ തെർമൽ പേസ്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബട്ട് ഞാനിവിടെ അവർ തന്ന അതേ തെർമൽ പേസ്റ്റ് തന്നെയാണ്, AMDയുടെ തെർമൽ പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. CPU നല്ല രീതിയിൽ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനൊരു ഡോട്ടഡ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഡോട്ട് വന്നില്ല എനിക്ക്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത എമൗണ്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ തെർമൽ പേസ്റ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൂടിപ്പോകാതെ സൂക്ഷിക്കുക. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാവും. സോ കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. അളവിനുള്ള തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ പതുക്കെ നമ്മൾ തെർമൽ പേസ്റ്റ് സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമ്മുടെ കൂളർ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഞാനിവിടെ അപ്ലൈ ചെയ്ത തെർമൽ പേസ്റ്റ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിയിലേക്കൊന്നും തെർമൽ പേസ്റ്റ് പോകാത്ത രീതിയിൽ ഞാൻ ഇവിടെ സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണം നമുക്ക് കൂളർ ഇതിൻ്റെ അകത്തേക്ക് ഇടാനായിട്ട്. അപ്പോൾ കൂളർ വെക്കാൻ നേരത്ത് വളരെ സൂക്ഷിച്ച് വേണം വെക്കാൻ. മദർ ബോർഡിന് ഒരു ഡാമേജും ഉണ്ടാകാത്ത രീതിയിൽ വേണം നിങ്ങൾ കൂളർ ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ. കൂളർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. കൂളർ ഫിക്സ് ചെയ്യുന്നത് എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. കാരണം കുറച്ച് മെനക്കെട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിനകത്ത് ഫിക്സായിട്ട് വെക്കാനായിട്ട് കുറച്ച് മെനക്കെട്ട് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് ആ വിഷ്വൽസിൽ പകുതി കൂടുതലും എൻ്റെ കൈയും എൻ്റെ മുതുകുമൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ ആ വിഷ്വൽസ് ഇവിടെ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നില്ല. കുറച്ച് പാടുപെട്ടാണ് ഞാൻ ഈ ഒരു കൂളർ വെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. സോ നിങ്ങളൊരു കൂളർ മേടിക്കുമ്പോൾ നിങ്ങളുടെ മദർ ബോർഡിന് ഇപ്പം നിങ്ങളൊരു കൂളർ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ AM4 മാച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ താഴെ റിവ്യൂസൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം മേടിക്കുക. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു അബദ്ധം പറ്റിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളുടെ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ കൂളർ വെച്ചിരിക്കുന്നത്. ഈ കൂളറിൻ്റെ സ്ക്രൂ ഞാൻ ലൂസാക്കിയതിന് ശേഷമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ടൈറ്റ് ചെയ്തത്. സാധാരണ നമ്മൾ ആ മൗണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലിപ്പ് പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മദർ ബോർഡ് ഡാമേജ് ആവും. ആമസോണിൻ്റെ അകത്ത് ഒരു റിവ്യൂവിൻ്റെ അകത്ത് വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് വെച്ചത്. അതുകൊണ്ട് നല്ല രീതിയിൽ മെനക്കെടേണ്ടി വന്നു. അപ്പോൾ AMDയുടെ ഈ ഒരു കൂളർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ കയ്യിരിക്കുന്നത് ഒരു ഇൻറ്റൽ പ്രോസർ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് നോക്കുക. AMD ആണെങ്കിൽ ഈ ഒരു കൂളർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫിക് കാർഡ് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രാഫിക് കാർഡ് എങ്ങനെ ഇടണമെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. വലിയ കാര്യമൊന്നുമല്ല. ഞാൻ വളരെ സൂക്ഷിച്ച് നല്ല സമയമെടുത്ത് പതുക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും അറിയാം എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തിൽ ഞാനിതൊന്നും അങ്ങനെ കെയർലെസ് ആയിട്ട് ചെയ്യാറില്ല. അടിച്ചു പോയാൽ പോണ കാശ് എൻ്റെതാണ്, അതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മളിവിടെ ഫുള്ളി എല്ലാം കംപ്ലീറ്റ്ലി പവറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാറ്റ കേബിളും
അതേപോലെ തന്നെ HDD കേബിളും എല്ലാം ഊരിയിടുക എന്നുള്ള ജോലിയാണ്. കാരണം ഞാനിത് കംപ്ലീറ്റ്ലി ഒന്നേന്ന് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ നമ്മൾ NVMeയിൽ തന്നെ ആ സ്റ്റോറേജ് തന്നെയാണ് ഫുള്ള് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് രണ്ടും ഊരിയിടുകയാണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നൊരു ഫൈനൽ ചെക്കാണ്. എല്ലാം കറക്റ്റായിട്ട് ഇരിപ്പുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഫൈനലായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫാൻ വർക്കാവുന്നുണ്ട്, നമ്മുടെ ഗ്രാഫിക് കാർഡ് വർക്കാവുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാം പൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വിൻഡോസ് ഇടുക എന്നുള്ള വലിയ ജോലിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഒരു സ്മോൾ അപ്ഗ്രേഡിലൂടെ എനിക്കൊരു ഹ്യൂജ് വ്യത്യാസം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം അറൗണ്ട് ഒരു 35,000 എങ്കിലും എനിക്ക് ആയി കാണാം ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 27,000 എനിക്ക് ഈ ഒരു ഗ്രാഫിക് കാർഡ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3,000 എനിക്കിതാ ഈ ഒരു സംഭവം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3,000 തന്നെ എനിക്ക് റാം ആയിട്ടുണ്ട്. ഇതൊരു 1,500 ഈ ഒരു കൂളറും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 35,000 എങ്കിലും എനിക്ക് മിനിമം ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബൂട്ടിംഗ് സ്പീഡ് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞാൻ ഇത് ബൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ടൈമർ ഞാൻ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്കാണ് ഞാൻ ചെയ്യുകയാണേ. അപ്പോൾ 1 2 3. ഓക്കെ, നമുക്ക് എത്ര ടൈം എടുക്കുമെന്ന് നോക്കാം ഇത് ബൂട്ട് ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇതിവിടെ. അപ്പോൾ അത്രയ്ക്കും ഫാസ്റ്റാണ്. ഇതിന് മുമ്പാണെങ്കിൽ ഇതാ വന്നു. ഏകദേശം 12 സെക്കൻഡ്സാണ് ടോട്ടലി എടുത്തിട്ടുള്ളത് ഇത് ബൂട്ട് ചെയ്ത് വരാനായിട്ട്. അത്രയ്ക്കും ഫാസ്റ്റാണ്. കംപ്ലീറ്റ്ലി വന്നു. അപ്പം വെറും 12 സെക്കൻഡ്സ് മാത്രമേ നിങ്ങൾക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൂ 12 സെക്കൻഡ്സ് കൊണ്ട് എൻ്റെ കമ്പ്യൂട്ടർ ഓണായി വന്നു. അപ്പോൾ അത് എനിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ 1 മിനിറ്റോളം എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഹാർഡ് ഡിസ്കിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് മാറ്റി സാറ്റ് ആയപ്പോൾ അതൊരു 1 മിനിറ്റ് എന്നുള്ളത് ഒരു 30 to 40 സെക്കൻഡായിട്ട് മാറി. ഇപ്പം വെറും 12 സെക്കൻഡ് കൊണ്ടാണ് ഇത് ഓണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 12 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഓണാക്കി. ഇനി അത് മാത്രമല്ല, ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും കൂടെ വേണം ഇതെങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ ഇപ്പോൾ ഒരു ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 51 ഡിഗ്രി to 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. സോ ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ഇതൊന്ന് കാണിക്കാനായിട്ടുള്ള ശ്രമമാണ്. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഏകദേശം ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 46 ഡിഗ്രി സെൽഷ്യസ് ആണ് CPU ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 29 ഡിഗ്രി സെൽഷ്യസ് ആണ് GPU ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു PC സാധാരണ ഐഡിയൽ കണ്ടീഷനിൽ സാധാരണ രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാതെ ഇട്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് പതുക്കെ ഇതിനെ ഒന്ന് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ ഇപ്പോൾ സിനി ബെഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സിനി ബെഞ്ചും ഞാനിവിടെ സിനി ബെഞ്ച് മൾട്ടി കോർ ഇവിടെ ഞാൻ സിനി ബെഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ സിനി ബെഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 67 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഉയർന്നിട്ടുണ്ട്. നമ്മുടെ കൂളർ ഇതാ ഇവിടെയാണ് വരുന്നത്. കൂളറിലുള്ള ഒരേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പ സൗണ്ടാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കൂളറിൻ്റെ ആ ഒരു സൗണ്ട്. അപ്പോൾ ഈ സൗണ്ട് മാത്രമാണ് ഈ ഒരു കൂളറിൻ്റെ ഏക പ്രശ്നമെന്ന് പറയുന്നത്. അതർവൈസ് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നം ഈ കൂളർ കാണിക്കുന്നില്ല. ഏകദേശം 70 ഡിഗ്രി സെൽഷ്യസിൽ സിനി ബെഞ്ച് ഇവിടെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഈ CPU മോണിറ്റർ യൂസ് ചെയ്യുന്നത് AMDയുടെ റൈസൺ മാസ്റ്ററാണ്. കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ റൈസൺ മാസ്റ്റർ യൂസ് ചെയ്യാൻ നേരത്ത് എനിക്കിപ്പോൾ CPUവിൻ്റെ യൂട്ടിലൈസേഷനും കാര്യങ്ങളുമൊക്കെ ഇപ്പം എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇത് പീക്ക് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ടെമ്പറേച്ചർ 70.76 ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ NVIDIAയുടെ പെർഫോമൻസും കൂടെ കാണിക്കുന്ന ആ ഒരു ഇതും കൂടെ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരികയാണ്. ഇവിടെ CPU യൂട്ടിലൈസേഷൻ കണ്ടോ 100% യൂട്ടിലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ CPU കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ടെമ്പറേച്ചർ വരുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 70 ഡിഗ്രി സെൽഷ്യസ് ആണ് CPU ടെമ്പറേച്ചർ വരുന്നത്. ഇപ്പോൾ 62ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫാൻ സ്പീഡ് ചേഞ്ച് ആകുമ്പോൾ അതനുസരിച്ച് മാറും, നമുക്ക് ടെമ്പറേച്ചറൊക്കെ മാറും.
അപ്പോൾ ഞാൻ ഇപ്പോൾ ടെമ്പറേച്ചർ 71 ഡിഗ്രി സെൽഷ്യസ്, 69, 71, 70 അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സിനി ബെഞ്ച് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനി ബെഞ്ചിൻ്റെ കൂടെ ഗ്രാഫിക് കാർഡിൻ്റെ ആ ഒരു എഫക്റ്റും കൂടെ കാണിക്കാൻ, അതിൻ്റെ ഒരു എഫിഷ്യൻസിയും കൂടെ കാണിക്കാനായിട്ട് ഞാൻ ഹെവൻ ബെഞ്ച് മാർക്കും കൂടെ ഇവിടെ ഓണാക്കി ഇട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ലോഡിംഗ് ആണ്, ഇപ്പോൾ ലോഡായി വരും. NVIDIAയുടെ പെർഫോമൻസ് ടാബ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ CPU യൂട്ടിലൈസേഷൻ 100% ഉണ്ട്. GPU 49 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏകദേശം GPU യൂട്ടിലൈസേഷൻ 99% ഇപ്പോൾ കാണിക്കുന്നുണ്ട് GPU യൂട്ടിലൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ GPU പ്രോസസ്സറും ഒരുമിച്ച് വർക്കാവുന്ന ടൈമിൽ നമുക്ക് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 46 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത്. 46, 42, 41 GPU ടെമ്പറേച്ചർ വരുന്നത് ഏകദേശം ആ ഒരു റേഞ്ചാണ്. ഈ CPU ടെമ്പറേച്ചർ ആണെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. സോ MSI ആഫ്റ്റർ ബേണിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ ഫാൻ സ്പീഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാനിൻ്റെ സ്പീഡ് ഇപ്പം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. അത് കാരണമാണ് നമുക്ക് ഈ ഒരു മെയിൻറ്റെയിൻ ആയിട്ട് ടെമ്പറേച്ചർ കിട്ടുന്നത് 72 ഡിഗ്രി സെൽഷ്യസ്. ഞാനിപ്പോൾ ഫാനിൻ്റെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ കേൾപ്പിച്ചു തരാം. സോ റൈസൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 72 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം എല്ലാ കോറും, ഇത് ഫുൾ കോറാണ് കാണിക്കുന്നത്. മൊത്തം 6 കോറുള്ള പ്രോസസ്സറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റൈസൺ 5 3600 ആണ്. അപ്പോൾ എല്ലാ കോറും മാക്സിമത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മിനിമത്തിലല്ല മാക്സിമത്തിൽ. ഏകദേശം 3900 MHz എല്ലാ കോറും റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു 3.6 തൊട്ട് 4.2 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന ഒരു പ്രോസസ്സറാണ്. ഏകദേശം ഇപ്പം 3900, 3928 ആ ഒരു റേഞ്ചിൽ ക്ലോക്ക് സ്പീഡ് കാണിക്കുന്നുണ്ട്. മെഗാഹെർട്സിലാണ് കാണിക്കുന്നത്, മെഗാഹെർട്സിൽ കാണിക്കുന്നുണ്ട്. അതും എല്ലാ കോറും. മെയിൻ കോർ എന്ന് പറയുന്നത് ഈ സ്റ്റാർ കാണിച്ചിരിക്കുന്ന ഈ കോറാണ് ഇവിടുത്തെ മെയിൻ കോർ. അത് ഏകദേശം 3920 ആ ഒരു റേഞ്ചിൽ ഇത് കാണിക്കുന്നുണ്ട്. സോ അത്യാവശ്യം പീക്ക് സ്പീഡിലാണ് ഈ ഒരു പ്രോസസ്സർ റൺ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ടെമ്പറേച്ചർ 71.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു ആവറേജ് 70. നമ്മളിങ്ങനെ GPUവിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് GPU വരുന്നത്, GPU ടെമ്പറേച്ചർ വരുന്നത്. നമ്മൾ പെർഫോമൻസ് ബൂസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ് വരുന്നത്. നമുക്കിനി വേറൊരു കാര്യം കൂടെ നോക്കാം. മാനേജർ എടുത്ത് വെച്ചിട്ടുണ്ട്. ടാസ്ക് മാനേജർ പെർഫോമൻസ് നോക്കാൻ നേരത്ത് കാണാം 100% യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3.89 GHz. ഇത് 3.6 ആണ് ഇതിൻ്റെ ബേസ് സ്പീഡ് എന്ന് പറയുന്നത്. 3.89 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാക്സിമം 100% യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിത് ഓവർക്ലോക്ക് ചെയ്യാം. 4.2 വരെ നമുക്കിത് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 4.2 ഓവർക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് കുറയും. കാരണം വേറെ ഒന്നുമല്ല, ഈ 72 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല. നമുക്കതൊരു 89 to 92 വരെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അണ്ടർ വോൾട്ട് ചെയ്ത് ടെമ്പറേച്ചർ കുറയ്ക്കാം. പക്ഷേ ഒരു ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ പ്രോസസ്സറിന് നല്ലൊരു ലൈഫ് സ്പാന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ സിനി ബെഞ്ച് മാർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓഫ് ചെയ്യാണ്. കാരണം ടെമ്പറേച്ചർ 72 തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫുള്ള് ടെസ്റ്റ് ചെയ്തു. കമ്പ്യൂട്ടറിന് ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല, കമ്പ്യൂട്ടർ പക്കയായിട്ട് ഓടുന്നുണ്ട്. നിങ്ങളൊരു കമ്പ്യൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തെന്നും കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. അത് നിങ്ങൾ എന്തൊരു സംഭവം എടുത്താലും ആദ്യം ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ബഡ്ജറ്റ് നിശ്ചയിച്ചതിന് ശേഷം ആ ബഡ്ജറ്റിൽ മാക്സിമം പെർഫോമൻസ് തരുന്ന നല്ലൊരു പ്രോസസ്സർ എടുക്കുക. അതേ പെർഫോമൻസിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു GPU ചൂസ് ചെയ്യുക. പിന്നെ SSD കമ്പൽസറി ആയിട്ട് എടുക്കാൻ നോക്കുക. അത് M.2 തന്നെ എടുക്കാൻ നോക്കുക. നിങ്ങൾ ഇതിൻ്റെ ബൂട്ട് സ്പീഡൊക്കെ ഇപ്പം കണ്ടു കാണും, ഇതൊക്കെ ഓണായി വന്നതിൻ്റെ സ്പീഡൊക്കെ ഇപ്പോൾ കണ്ടു കാണും. സോ SSD കമ്പൽസറിയാണ്. ഇത് മൂന്നുമാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഒരു 3200 MHz എങ്കിലും മിനിമം സ്പീഡ് വരുന്ന ഒരു DDR4 RAM എങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു കമ്പ്യൂട്ടർ ചൂസ് ചെയ്യുമ്പോൾ മെയിൻലി എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് PS4ൻ്റെ കൺട്രോളർ മേടിക്കാം, മൗസ് മേടിക്കാം, കീബോർഡ് മേടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം മേടിക്കാം.
സോ ഇതാണ് എൻ്റെ ചെറിയൊരു ഗെയിമിംഗ് സെറ്റപ്പ്, അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പം എൻ്റെ അപ്ഗ്രേഡ് ചെയ്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് യുവർ ഇൻസൈഡ് ലാഡ് സൈനിങ് ഔട്ട്.